പ്രീസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ചെറിയ ചിന്ത നമുക്കളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകും. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തോടനുബന്ധിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മൾ വായിച്ചതുപോലെ കർത്താവ് അവിടെ പറയുകയാണ്, ഇടുക്ക് വാതിലൂടെ നിങ്ങൾ അകത്ത് കിടക്കണം. ഇടുക്ക് വാതിലിൻ്റെ ഒരു പ്രത്യേകത അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇടുക്ക് വാതിലൂടെ പോകുന്നവർ ചുരുക്കമാണ്, അതിൻ്റെ വഴി ഞെരുക്കമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എപ്പോഴും സന്തോഷവും സുഖവും നിറഞ്ഞ അവസ്ഥയല്ല. നമുക്കറിയാം, ശിഷ്യന്മാരൊക്കെ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഒത്തിരി സഹിച്ചവരാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രകാരം നമുക്കൊരു വാക്യം കാണുവാൻ കഴിയുന്നുണ്ട്: നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകും. അപ്പോൾ പ്രതികൂലങ്ങളുണ്ട്, കഷ്ടമുണ്ട്, ഞെരുക്കമുണ്ട്, പ്രയാസമുണ്ട്. അങ്ങനെയുള്ള ഒരു ചെറിയ വാതിൽ, ഇടുക്ക് വാതിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഞെരുക്കമുള്ള വഴിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത കർത്താവ് പറയുന്നത്, അതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. എന്നാൽ നാശത്തിലേക്ക് പോകുന്ന വഴിയുടെ പ്രത്യേകത, അത് വിശാലമായ വഴിയാണ്, അതിനകത്തിലൂടെ കടക്കുന്ന അനേകരാകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ കഴിയട്ടെ. ഞാൻ ഏത് വാതിലൂടെയാണ് കടന്നു പോകുന്നത്? യേശു കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചപ്പോൾ കർത്താവ് നൽകിയ ഒറ്റയൊരു വാഗ്ദത്തം എന്ന് വെച്ചാൽ, നിത്യജീവൻ ഉറപ്പ് നൽകിയിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാലയളവിൽ കർത്താവിനെ പിൻപറ്റിയ പലരും ഉണ്ടായിരുന്നു. ആഹാരത്തിന് വേണ്ടി പിൻപറ്റിയവരുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായി പിൻപറ്റിയവരുണ്ട്. എന്നാൽ നിത്യജീവനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ അവരൊക്കെ കർത്താവിനെ വിട്ടിട്ട് പോകുന്നുണ്ട്. യേശു ആ സമയത്ത് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിലും പോകാം. ആ സമയത്ത് പത്രോസ് പറയുന്ന ഒരു മറുപടി നമുക്ക് കാണുവാൻ കഴിയുന്ന ഇങ്ങനെയാണ്: നാഥ, ഞങ്ങൾ എവിടേക്ക് പോകും? നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? നിത്യജീവൻ്റെ മൊഴി നിൻ്റെ പക്കലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നത് നിത്യജീവന് വേണ്ടി ആയിത്തീരട്ടെ. ഈ ഭൂമിയിൽ അഴിഞ്ഞു പോകുന്ന ചിലതിനു വേണ്ടിയല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, ആ ഞെരുക്കമുള്ള വാതിലിലൂടെ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ.